മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വയം എന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ നന്നായി സൂക്ഷിച്ച് ജീവിക്കുവാൻ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം വർഷിച്ച ദിവസമാണ് കടന്നുപോയത്. ധാരാളം വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദിവസങ്ങളുടേതുപോലെയല്ല അല്ലാഹു ഭൂമിയിൽ കുളിർമ പരത്തിയിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ കൂട്ടത്തിൽ എന്നും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികളുടെ ഉപരിപഠനത്തിന് അവരെ പ്രാപ്തരാക്കുന്ന റിസൾട്ടുകൾ വന്നിരിക്കുകയാണ്. ഏറ്റവും നല്ല പഠനം ജീവിതത്തിൽ ഇനിയും ലഭ്യമാക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഉന്നത വിജയം സിദ്ധിച്ച ധാരാളം കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഇനിയും ധാരാളം വിജയങ്ങൾ കൈവരിക്കുവാൻ അവരെ അനുഗ്രഹിക്കുമാറാവണം. പരാജയത്തിന്റെ കയ്പ് നീരെറിഞ്ഞ ആളുകളും അക്കൂട്ടത്തിലുണ്ടാവും. പരീക്ഷകളല്ല, അല്ലെങ്കിൽ പരീക്ഷകളിൽ ഉണ്ടാകുന്ന റിസൾട്ടുകളൊന്നുമല്ല ഒരു മനുഷ്യനെ അളക്കാനുള്ള പാരാമീറ്റർ എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് പരീക്ഷകളുടെയൊക്കെ റിസൾട്ട് വരിക. അതുകൊണ്ട് പരാജയപ്പെട്ട ആളുകളൊന്നും ഭഗ്നാശരാവേണ്ടുന്ന ഒരാവശ്യവുമില്ല. മനസ്സിൽ ബേണിംഗ് ഡിസയർ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുക എന്നത്, മുനിഞ്ഞു കത്തുന്ന അതിതീക്ഷ്ണമായ മോഹങ്ങളെ, അറിവ് നേടണമെന്ന ഉത്കടമായ ആഗ്രഹങ്ങളെ സദാ സന്ദർഭത്തിലും നമ്മൾ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില വസ്തുതകളുണ്ട്. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവൻ നേടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ മൂല്യം നോക്കിയിട്ടൊന്നുമല്ല. സർട്ടിഫിക്കറ്റുകൾക്ക്, ഷഹാദകൾക്ക് വിലയുണ്ട്. നമ്മൾ നേടിയെടുക്കുകയും വേണം. എത്ര ഉന്നതമായ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുവാൻ നമുക്ക് സാധ്യമാകുമോ അതിനൊക്കെ നമ്മൾ പ്രയത്നിക്കേണ്ടുന്നവരാണ്. പക്ഷേ അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനം എന്ന് നമ്മൾ കരുതരുത്.
ജീവിതത്തിലെ പ്രധാനം എന്ന് പറയുന്നത് ഇവയൊക്കെ എനിക്ക് നല്ല ഒരു മനുഷ്യനാവാനുള്ള ചവിട്ടുപടി മാത്രമാണ് എന്ന രൂപത്തിൽ നമ്മൾ അവയെ കാണേണ്ടതുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്ന സൂറത്തു യൂസുഫിലെ 24-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യുവാക്കളായ ആളുകൾക്ക്, കുമാരന്മാരായ ആളുകൾക്ക് ധാരാളം പാഠങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും സുന്ദരനായ, ആ നാട്ടിലെ മുഴുവൻ ആളുകളും കണ്ടാൽ ഒന്നുകൂടി നോക്കിപ്പോകുന്ന തരത്തിൽ സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു യുവാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ മനുഷ്യത്വവും ധാർമ്മിക മൂല്യങ്ങളും അടിയുറച്ചുണ്ടായിരുന്നു എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. وراودته التي هو في بيتها عن نفسه وغلقت الابواب وقالت هيت لك قال معاذ الله انه ربي احسن مثواي انه لا يفلح الظالمون. ആ നാട്ടിലെ തന്നെ ഭരണാധിപന്റെ ഏറ്റവും സുന്ദരിയായ ഭാര്യയെ പ്രലോഭിപ്പിക്കുവാൻ മാത്രം സൗന്ദര്യം നിറഞ്ഞു നിന്നപ്പോഴും ആ ഭാര്യ തന്റെ ഇംഗിതം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞപ്പോഴും അതിന് വഴങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ തന്നെ അധികാര പദവികളിൽ ഒന്നിലിരിക്കുവാൻ തനിക്ക് സാധ്യമാകുമെന്ന ബോധ്യമുണ്ടായപ്പോഴും ഞാൻ അല്ലാഹുവിൽ ശരണം തേടുകയാണ്, എനിക്ക് അവനെ ഭയമാണ്. ഇന്നഹു റബ്ബി അഹ്സന മത്വായ, ഏറ്റവും നല്ല ഈ ലോകത്ത് ഒരു സ്ഥാനം, ഒരു ജീവിതം നൽകിയവനാണ് ആ റബ്ബ്. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, നിങ്ങൾ പറഞ്ഞത് അനുസരിച്ചാൽ ഞാൻ അക്രമകാരികളുടെ കൂട്ടത്തിൽപ്പെടും. അങ്ങനെ അക്രമകാരികളുടെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയാൽ പിന്നെ എനിക്ക് വിജയം വരിക്കാൻ കഴിയൂല. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, അക്രമകാരികൾ ഒരിക്കലും വിജയം വരിക്കുകയില്ല. ക്ഷണികമായ വികാരങ്ങളെയും ക്ഷണികമായ സുഖഭോഗങ്ങളെയും നിയന്ത്രിച്ചു നിർത്തുവാൻ വിശ്വാസികളോട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നന്നായി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബ, 4 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരു സത്യവിശ്വാസിയുടെ 2 കാലുകളും മുന്നോട്ട് വെക്കാൻ കഴിയൂല. ധാരാളമായി നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. അതിൽ ഒന്നാമത്തേത്, അതിൽ പറയുന്ന ഒന്ന്, അൻ ഉംരിഹി ഫീമാ അഫ്നാ, നമ്മളുടെ ആയുസ്സിൽ അല്ലാഹു നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം നമ്മൾ ചെലവഴിച്ചത് എങ്ങനെയാണെന്ന് അല്ലാഹുവിനോട് പറയേണ്ടി വരും. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, നമ്മളുടെ യുവത്വം എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് അള്ളാഹുവിനോട് പറയാതെ, അള്ളാന്റെ ചോദ്യങ്ങൾക്ക് ഈ ഉത്തരം കൊടുക്കാതെ മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് കഴിയൂല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു കൗമാരപ്രായവും ഏറ്റവും നല്ല ഒരു യുവത്വവും എനിക്ക് ലഭ്യമാകേണ്ടതുണ്ട് എന്ന ബോധ്യം
വിദ്യ ഉപരിപഠനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആവശ്യമാണ്. ദീനിനെ വിട്ടുകൊണ്ട് ക്ഷണികമായതിനെ പിടിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നശ്വരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ബോധ്യം നമ്മുടെ കൽബിൽ നന്നായി അടിയുറക്കണം, ആഴ്ന്നിറങ്ങണം. സുഖഭോഗങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, മറ്റ് മാരകമായ ലഹരി വസ്തുക്കൾ എല്ലാം ക്ഷണികമായ സുഖങ്ങളാണെങ്കിൽ അവയെല്ലാം നിരന്തരമായ അസുഖങ്ങളെയാണ് നമുക്ക് നൽകുക. അവയെല്ലാം പ്രതിഷ്ഠമായ ദുർഗുണങ്ങളെയാണ് നമുക്ക് നൽകുക. അവ പിന്നെ ഒഴിവാക്കുവാൻ നമുക്ക് സാധ്യമാവുകയില്ല. ഖൽബ് എപ്പോഴും ഈമാനിന്റെ കൂടെ ആയിരിക്കുവാൻ, ദീനിന്റെ കൂടെ ആയിരിക്കുവാൻ, മതത്തിന്റെ ചിഹ്നങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാൻ നമ്മൾ ഒരുക്കി വെക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം എന്ന് പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന സഹാബത്തിനെ പഠിപ്പിച്ചെടുത്തതിൽ നിന്നും എങ്ങനെയാണ് ആ സഹാബത്ത് തങ്ങളുടെ ജീവിതം ചെലവഴിച്ചത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. സഹാബിമാരുടെ ചരിത്രം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളുടെ ചരിത്രം നമ്മൾ പരിശോധിക്കാൻ തയ്യാറാവണം. ധാരാളം ഇൽമുള്ള, ഒരുപാട് അറിവുള്ള സഹാബത്തിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ അവരൊന്നും മതം വിട്ടിട്ട് ഒരു കളി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവരുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു ഖാല ജമഅതു ഖുർആന ഫഖറഅതുഹു ഫീ ലൈലത്തിൻ, ഞാൻ പരിശുദ്ധ ഖുർആനിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് വെച്ചാൽ ഹൃദയസ്ഥമാക്കി ആ ഖുർആനിനെ മുഴുവനും ഒരൊറ്റ രാത്രി കൊണ്ട് ഓതി തീർക്കുകയാണ്. فقال رسول الله صلى الله عليه وسلم إني أفرق أن يطول عليك الزمان وأنت مل اقرأ به في شهر. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് ഒരു ദിവസം ഒരൊറ്റ രാത്രി കൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുന്നു എന്ന് കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, കാലം അങ്ങനെ കഴിയുമ്പോ അബ്ദുല്ലാ, നിനക്ക് മടുക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. കാലം കഴിയുമ്പോൾ നിനക്ക് മടുക്കും, നിനക്ക് വിരക്തി ഉണ്ടാകും. എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി പാരായണം ചെയ്യുക എന്നുള്ളത് ക്ലേശകരമായ ഒന്നാണ്. അല്ലാഹുവിന് ഇഷ്ടം പതിവായി ചെയ്യുന്നതാണ്. പതിവായി ചെയ്യാൻ സാധ്യമാകാത്ത വിധം നിനക്ക് അത് ഭാരമാകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് ഇഖ്റാ ബിഹി ഫീ ശഹ്റിൻ, ഒരു മാസം കൊണ്ട് ഒരു ആവർത്തി പാരായണം ചെയ്യുക എന്നുള്ളതിലേക്ക് നീ വന്നോ? ഒരു മാസം കൊണ്ട് ഖത്ം തീർക്കുക. ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ദഅനി അസ്തംതിഉ മിൻ ഖുവതി വമിൻ ശബാബി. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പ്രവാചകരെ, എന്റെ ആരോഗ്യവും എന്റെ യുവത്വവും കൊണ്ട് ദീനിനു വേണ്ടി ചെലവഴിക്കുവാനും എനിക്ക് അങ്ങനെ അല്ലാഹുവിൽ നിന്നുള്ള ധാരാളം പ്രതിഫലം കിട്ടുന്നതിനും എന്റെ ആരോഗ്യവും എന്റെ യുവത്വവും ഉപയോഗപ്പെടുത്താൻ അങ്ങനെ അനുവദിക്കണം. പ്രവാചകൻ പറഞ്ഞു, എങ്ങനെയെങ്കിൽ
20 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ഞാൻ അത് പരിപൂർണമായി പാരായണം ചെയ്യും എന്നുള്ള രൂപത്തിൽ ക്രമീകരിച്ചുകൊണ്ട് നീ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അലൈഹി റസൂലുള്ളാഹി തആല ഇസ്തംതിഉ മിൻ ഖുവതി വശബാബി യഖുൽ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു അത് തന്നെ പറഞ്ഞു. ഖാല ഇഖ്റഉ ഫീ 10 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിൽ ഒരിക്കൽ പാരായണം പരിപൂർത്തീകരിക്കുമെന്നുള്ള നിലക്ക് നീ ഷെഡ്യൂൾ ചെയ്തോ. അലൈഹി റസൂലുള്ളാഹി തആല ഇസ്തംതിഉ മിൻ ഖുവതി വമിൻ ശബാബി വീണ്ടും അത് തന്നെ ആവർത്തിച്ചു. ഇഖ്റഉ ഫീ 7 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഖത്തം തീർക്കും എന്നുള്ള നിലക്ക് ചെയ്തോ. ഖുൽതു ഐ റസൂലുള്ളാഹി തആല ഇസ്തംതിഉ മിൻ ഖുവതി ഫഅബ വീണ്ടും അത് തന്നെ ആവർത്തിച്ചപ്പോൾ എന്റെ യുവത്വവും എന്റെ ആരോഗ്യവും മതത്തിനു വേണ്ടി ചെലവഴിക്കുവാനും അങ്ങനെ എന്റെ പരലോകം സംരക്ഷിക്കുവാനും അങ്ങ് എന്നെ അനുവദിക്കണം എന്ന് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്നുള്ളതല്ല, എനിക്ക് ദിവസവും പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യാനുള്ള അനുവാദം നൽകണം. ഫഅബ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിസമ്മതിച്ചു. അങ്ങനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ രാത്രി മുഴുവൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിൽക്കാൻ പാടില്ല. ഇതില് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു സംഗതി, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് എന്ന് പറയുന്നത് പണ്ഡിതനാണ്, ധാരാളം ഇൽമുള്ള യുവാവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യം എന്താ? നമ്മൾ എവിടെയാണ്, അവരെവിടെയാണ് എന്ന് നമ്മൾ നോക്കണം. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ അത്ര ഉണ്ടാവുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പരിശുദ്ധ ഖുർആൻ മുഴുവൻ അവതീർണമായിട്ടില്ല. പക്ഷെ ആ ഓർഡർ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഓർഡർ അനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് ഇത് ഹൃദിസ്ഥമാക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മറ്റു മാർഗമില്ലല്ലോ. ഏതെങ്കിലും കല്ലിലോ ഏതെങ്കിലും ഇലയിലോ ഉണക്കി ഊറത്തിട്ട് തുകലിലോ എല്ലിൻ കഷ്ണത്തിലോ ഒക്കെ എഴുതി വെച്ചതാണ്. എന്നിട്ട് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതൊക്കെ എന്റെ കൽബിക്ക് കൊണ്ടുവന്നു. തുകലിൽ നിന്നും പാറ കഷ്ണങ്ങളിൽ നിന്നും ഒക്കെ കൽബിക്ക് കൊണ്ടുവന്നു ഖുർആനിനെ. അപ്പൊ അവര് മറ്റുള്ള അറിവുകൾ സമ്പാദിച്ചിരുന്ന സമയത്ത് തന്നെ ഖുർആൻ വിട്ടിട്ടുള്ള ഒരു കളി ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഹദ്ദസ അന്നഹു സമിഅ നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ ഖസമ ബൈനകും മഖ്ലാഖകും കമാ ഖസമ ബൈനകും മർസാഖകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉപജീവനം ഓരോരുത്തർക്കും വിഭജിച്ചതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവത്തെയും വിഭജിച്ചിരിക്കുന്നു, ഓഹരി വെച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും നന്നായി മനസ്സിലാക്കേണ്ടുന്ന ഒരു ഹദീസാണ്. നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. എന്റെ അയൽവാസിക്ക് കിട്ടുന്ന ഉപജീവനമല്ല എനിക്ക് എന്നതുപോലെ തന്നെ സ്വഭാവത്തെയും അല്ലാഹു ഓഹരി വെച്ചിട്ടുണ്ട്, സൽഗുണങ്ങളെയും അല്ലാഹു ഓഹരി വെച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യുഅതി അലാ നിയ്യത്തി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. എന്നാൽ ദുനിയാവിലെ ഭൗതിക സുഖങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓഹരി, ഭൗതിക സുഖങ്ങളുടെ ഓഹരി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവർക്കും നൽകും, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തവർക്കും നൽകും. ദുനിയാവിനെ അല്ലാഹു ഇഷ്ടമുള്ളവർക്കും റിസ്ഖിനെ അല്ലാഹു ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും നൽകും. ഭൗതിക സുഖങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും നൽകും. വലാ യുഅതി ദീന ഇല്ലാ മൻ യുഹിബ്ബു. എന്നാൽ ദീനിനെ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടമുള്ള ആളുകൾക്കാണ് നൽകുക. ഫമൻ അഅതാഹു അല്ലാഹു അദ്ദീന ഫഖദ് അഹബ്ബഹു, ആർക്കാണോ അല്ലാഹു ദീന് നൽകിയിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പൊ ദീനിനെ മുറുകെ പിടിച്ചു ജീവിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ട് ജീവിക്കാനാണ് അർത്ഥം. നമ്മൾ ഹോസ്റ്റലിൽ പോകുമ്പോ, നമ്മൾ കോളേജിൽ പോകുമ്പോ, നമ്മൾ ഏത് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒന്നാമതായി നമ്മൾ പറയേണ്ടത് ഞാൻ മുസ്ലിമാണ് എന്നാണ്. ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോ ചിലപ്പോൾ അവിടെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല മനുഷ്യനാവാൻ, അവിടെ തോന്നിയാസങ്ങൾ ചെയ്യാതിരിക്കാൻ, തോന്നിയാസങ്ങൾ തന്റെ സ്വഭാവത്തിന്റെ കൂടപ്പിറപ്പായി അവിടെ നിന്ന് അത് കൊണ്ടുവരാതിരിക്കാൻ, എങ്ങനെയാണോ നല്ല കുട്ടിയായി അങ്ങോട്ട് പോയിരുന്നത് അതുപോലെ തന്നെ തിരിച്ചു വരാൻ ദീന് നമ്മൾ മുറുകെ പിടിക്കണം. ആ ദീന് സ്ഥായിയാണ്, ആ ദീന് സമാധാനമാണ്, ആ ദീന് നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സുഖമാണ്. ആ ദീന് വെച്ചിട്ട്, ആ ബേസ് വെച്ചിട്ട്, ആ അടിസ്ഥാനം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതിനെ കളഞ്ഞു പിടിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അവൻ തയ്യാറാവില്ല. എന്റെ മോന്, എന്റെ മോള് ദീനിയായി ഞാൻ അവളെ വളർത്തി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്ലാഖുകൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുവിന്റെ അഖീദ പഠിപ്പിച്ചു കൊടുത്തു. അതിനെ കളഞ്ഞു കുളിക്കുന്ന, അതിനെ വിട്ടെറിയുന്ന ഒരു നടപടിയും എന്റെ മോനിൽ നിന്നും മോളിൽ നിന്നും ഉണ്ടാവുകയില്ല എന്ന മാതാപിതാക്കളുടെ വിശ്വാസം, നാട്ടുകാരുടെ വിശ്വാസം, അയൽവാസികളുടെ വിശ്വാസം, കുടുംബക്കാരുടെ വിശ്വാസം നമ്മൾ തകർത്താൽ നമ്മൾ ഒരുപാട് ചീത്ത ഗുണങ്ങളുമായിട്ടാണ് പിന്നെ തിരിച്ചു വരിക. അത് കുടുംബത്തിലെ കലഹമാണ്, അത് നാട്ടിലെ പ്രശ്നമാണ്, അത് തന്റെ പരലോകത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് ദീനിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് സ്ഥായിയായ സുഖമാണ്. അല്ലാഹുവിന്റെ അഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ, മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ, അഹിബ്ബാകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അർഹമു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ, എന്റെ സമൂഹത്തിലുള്ള ഏറ്റവും കാരുണ്യവാൻ അബൂബക്കറാണ്. വഅശദ്ദുഹും ഫീ അംറില്ലാഹി ഉമർ, ദീനിന്റെ കാര്യം ഏറ്റവും നന്നായി, ഏറ്റവും കഠിനമായി മുറുകെ പിടിക്കുന്നവൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഏറ്റവും ലജ്ജയുള്ള ആള് എന്റെ കൂട്ടത്തിലെ, എന്റെ സമൂഹത്തിലെ ഏറ്റവും ലജ്ജയുള്ള ആൾ, ഏറ്റവും സാധുവായ മനുഷ്യൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണ്. അതുകൊണ്ട് തന്നെ അറബിയിൽ ഉസ്മാനിയത്ത് എന്നുള്ളൊരു വേർഡ് തന്നെ ഉണ്ട്. പാവം, ആ മനുഷ്യന്റെ ഉസ്മാനിയത്ത് കൊണ്ടാണ് ആ മനുഷ്യനെ എല്ലാവരും പറ്റിക്കുന്നത്. എന്നുവെച്ചാൽ അത്രയും പഞ്ചപാവമായത് കൊണ്ടാണ് ഉസ്മാനിയത്ത് എന്നുള്ളൊരു വേർഡ് തന്നെ അറബിയിൽ പ്രയോഗമുണ്ട്. കാരണം അത്രയും ലജ്ജയും അത്രയും സമാധാനശീലവും അത്രയും പാവത്തരവുമുള്ള ആളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നാണ്. എന്റെ സമൂഹത്തിലെ ഏറ്റവും ലജ്ജയുള്ള ആൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണ്. വഅലമുഹും ബിൽ ഹലാലി വൽ ഹറാമി മുആദ് ഇബ്നു ജബൽ, ഏറ്റവും നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ, ഹലാലും ഹറാമും കൃത്യമായി അറിയാവുന്നത് മുആദ് ഇബ്നു ജബലിനാണ്. വഅഫ്റദുഹും സയ്യിദ് ഇബ്നു സാബിത്, അവകാശ നിയമങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് സയ്യിദ് ഇബ്നു സാബിത്തിനാണ്. വഅഖറഉഹും ഉബയ്യ് ഇബ്നു കഅബ്, ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്നത്, നല്ല വായനയുള്ളത് ഉബയ്യ് ഇബ്നു കഅബിനാണ്. വലികുല്ലി ഉമ്മത്തിൻ അമീനുൻ, എല്ലാ സമൂഹത്തിലും അതിവിശ്വസ്തനായ ഒരു മനുഷ്യനുണ്ട്. വഅമീനു ഹാദിഹിൽ ഉമ്മത്തി അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, എന്റെ സമൂഹത്തിലെ ഏറ്റവും ട്രസ്റ്റ്വർത്തിയായിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്നത് ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് ആണ്, അബൂ ഉബൈദയാണ്. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്
തർജുമാനുൽ ഖുർആൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പരിശുദ്ധ ഖുർആനിനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ടതുപോലെ ഖുർആനിനെ തർജമ ചെയ്ത അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് 33 വയസ്സിന്റെ താഴെയാണ് പ്രായം. ശരിക്കും ശ്രദ്ധിക്കണം, അലി റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി മരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 33 വയസ്സാണ് പ്രായം. ആ അലി റളിയല്ലാഹു അൻഹുവാണ് ഇന്ന് നമ്മളൊക്കെ വീണ്ടും 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 ആവർത്തിച്ചു പറയുന്ന അലി റളിയല്ലാഹു അൻഹു അറിവിന്റെ നിറകുടമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരുപാട് വചനങ്ങളുണ്ട്. അറബി ഭാഷയിൽ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന വചനങ്ങൾ, അദ്ദേഹത്തിന്റെ ഭാഷാ പ്രാവീണ്യം അതിഭയങ്കരമാണ്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അത് ആർജിച്ചെടുത്തു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ പറഞ്ഞു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോഴും 27 വയസ്സാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചു 23 വയസ്സ് മാത്രം പ്രായമാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി മരണപ്പെടുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 27 വയസ്സാണ്. ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ചിരിക്കുന്നത്, ഏറ്റവും അധികം ഹദീസുകൾ നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ്. 27 വയസ്സാണ് ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇവരൊക്കെ ഇതുമ്മല് കെട്ടിമറിഞ്ഞ് നിൽക്കുന്നല്ലായിരുന്നു. അവർക്ക് അവരുടെ പണികളുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ദീനിനെ അവർ ശ്രദ്ധിച്ചിരുന്നു. അതിന്റെ കൂട്ടത്തിൽ അഖീദയെ അവർ പഠിച്ചിരുന്നു. അഖ്ലാഖുകൾ അവർ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അവരുടെ അഖീദ ഖൽബിന്റെ ഉള്ളിലാണ്. അത് വിട്ടുമാറാൻ അവർ തയ്യാറായില്ല. അവരുടെ അഖ്ലാഖുകൾ, സൽഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുപഠിച്ചതാണ്. എവിടെ ചെന്നാലും, ഏത് ലോകത്ത് ചെന്നാലും, ആരും കാണാനില്ലാത്ത ഏത് സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ അഖ്ലാഖുകൾ പഠിച്ചത് റസൂലുള്ളാഹിയിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് അത് വിട്ടുമാറാൻ അവർ തയ്യാറായിരുന്നില്ല. അവര് ദീനിനെ മുറുകെ പിടിച്ചിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ദീനിന്റെ കൂടെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, നിങ്ങൾ അള്ളാന്റെ കൂടെയാണ്. അള്ളാഹു നമുക്ക് ഭൗതികമായ വിഭവങ്ങൾ എല്ലാവർക്കും നൽകും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർക്കും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തവർക്കും, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കും അള്ളാഹു ഇഷ്ടപ്പെടാത്തവർക്കും ഒക്കെ ഭൗതികമായ വിഭവങ്ങൾ നൽകും. അള്ളാഹു വെള്ളവും വായുവും ഒന്നും നൽകുന്നത് അവൻ മുസ്ലിമാണോ മറ്റുള്ളവനാണോ നോക്കിയിട്ടല്ല, എല്ലാവർക്കും നൽകും. പക്ഷെ ദീന് കിട്ടുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ആ ദീനിനെ നമ്മൾ മുറുകെ പിടിക്കുക. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുവാൻ സാധ്യമാവുകയുള്ളൂ എന്ന ബോധത്തോടു കൂടി ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين. أما بعد، فأيها الناس أوصيكم بعباد الله وإياي ثانيا بتقوى الله. മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതമാസകലം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ജീവിതം നയിക്കുകയും തിന്മകളുടെ നിഷ്കാസനം നടത്തിയതിനു ശേഷം മാത്രം അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മടങ്ങി പോകുവാനുമുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
കൊടുക്കുമാറാവട്ടെ. കറകളഞ്ഞ മനസ്സുമായി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹനീഫും മുസ്ലിമുമായി അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാനുള്ള തൗഫീഖ് അവൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹുവേ അവരുടെ ഖബറുടെ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ പാപങ്ങൾ കൊടുക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ തൗബകൾ സ്വീകരിക്കണേ റബ്ബേ. ഇസ്തിഗ്ഫാർ പതിവാക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ ദുർഗുണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൽസ്വഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين آمين. وبرحمتك يا أرحم الراحمين. وصلى الله على محمد وقوموا للصلاة.